ഇനിയുള്ള കാലം വീട് പണിയുമ്പോൾ 100 വട്ടം ചിന്തിച്ചില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലായിടവും ചുട്ടുപഴുക്കുകയാണ്. ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവിക്കുന്ന വീടുകൾ മാത്രമേ ഇനി പണിയാൻ പാടുള്ളൂ. കേരളത്തിന്റെ മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വീടുകൾ ഏതൊക്കെയാണ്? ആഗോളതാപനത്തെ അവ എങ്ങനെ നേരിടും? നമുക്ക് ഈ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ 2023 സെപ്റ്റംബർ 9, 10 തീയതികളിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ ആഗോളതാപനം ഒരു മുഖ്യ അജണ്ടയാണ്. നിങ്ങൾ ഒരു സ്വപ്നഭവനം നിർമ്മിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, ഇന്റീരിയർ ഡിസൈനിങ്, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽസ്, സേവനങ്ങൾ, പുതിയ ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. കേരളത്തിലെ വീടുകൾക്ക് പറയാൻ ഒട്ടേറെ കഥകളുണ്ട്. കേരളത്തിൻ്റെ സമ്പന്നമായ സംസ്കാരത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും മഴക്കാലത്തിൻ്റെയും ഉഷ്ണകാലത്തിൻ്റെയും ധാരാളം കഥകൾ. ഇന്ന് നമ്മൾ 2 തരം വീടുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്: പരമ്പരാഗത വീടുകളും ആധുനിക വീടുകളും. പരമ്പരാഗത വീടുകൾ പ്രാദേശിക കാലാവസ്ഥയും പ്രാദേശിക നിർമ്മാണ സാമഗ്രികളും കണക്കിലെടുത്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു വാസ്തുവിദ്യയാണത്. കേരളത്തിൻ്റെ ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും ആഴത്തിൽ അത് വേരൂന്നിയിരിക്കുകയാണ്. മരം, കരിങ്കല്ല്, വെട്ടുകല്ല്, മണ്ണ്, തേക്കാത്ത ചുമരുകൾ, ഓടിട്ട ചെരിഞ്ഞ മേൽക്കൂര, നീളൻ വരാന്തകൾ, തടികൊണ്ടുള്ള മച്ച്, പലകയുടെ ജനൽപ്പാളികൾ, നീറ്റകക്ക പൂശിയ ഭിത്തികൾ, റെഡ് ഓക്സൈഡോ കരിങ്കൽ പാകിയതോ ആയ ഫ്ലോറുകൾ, 4 കെട്ടും നടുമുറ്റവും, ഉയർന്ന തറനിരപ്പ്, ഇവയൊക്കെ കേരള തനിമയുള്ള പരമ്പരാഗത വീടുകളുടെ പൊതു സ്വഭാവമാണ്. മരം, കരിങ്കല്ല്, വെട്ടുകല്ല്, മണ്ണ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ വീടുകളിൽ സുഖകരമായ ഒരു ആന്തരിക ഊഷ്മാവ് ഉണ്ടായിരിക്കും. എപ്പോഴും മനുഷ്യ ശരീരത്തിന് പറ്റുന്ന ഒരു ഊഷ്മാവ് നിലനിർത്താൻ ഈ നിർമ്മിതികൾക്ക് സാധിക്കും. ഇത് കേരളത്തിലെ ഈർപ്പമുള്ളതും ചൂടുള്ളതുമായ കാലാവസ്ഥയ്ക്ക് തീർത്തും അനുയോജ്യമാണ്. തേക്കാത്ത ചുവരുകൾ, നമുക്കറിയാം, പണ്ടത്തെ വീടുകളൊക്കെ തേക്കുകയുണ്ടായിരുന്നില്ല. ഇതിനെ ബ്രീത്തിങ് വാൾ എന്നാണ് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ തേക്കാത്ത ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും നല്ല സമശീതോഷ്ണ ഒരു കാലാവസ്ഥയായിരിക്കും. പക്ഷേ അവിടെ വെളിച്ചത്തിന് എപ്പോഴും ഒരു കുറവുണ്ടായിരിക്കും. ഓടിട്ട ചെരിഞ്ഞ മേൽക്കൂര, പണ്ടത്തെ വീടുകൾക്കെല്ലാം ചെരിഞ്ഞ 4 കോടിയൊക്കെ വരുന്ന ഉയർന്ന മേൽക്കൂരയുള്ള വീടുകളാണ്. ഇത് എത്ര വലിയ മഴ പെയ്താലും വെള്ളം വളരെ പെട്ടെന്ന് പൊയ്ക്കോളും. കെട്ടിടത്തിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുകയില്ല. നീളൻ വരാന്തകൾ, പണ്ടത്തെ ചെറിയ വീടായാലും വലിയ വീടായാലും ഏത് വീടുകൾക്കും നീളൻ വരാന്തകൾ ഉണ്ടായിരുന്നു. ഈ വരാന്തകളുടെ ഒരു ആവശ്യം ഭിത്തികൾക്ക് വെയിലിൻ്റെ ചൂടോ അല്ലെങ്കിൽ മഴ അടിച്ചിട്ട് ഈർപ്പമോ തണുപ്പുകളോ കേടുപാടുകളോ ഉണ്ടാകാതിരിക്കാനാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ചൂട് വളരെ കൂടുതലാണ്. എല്ലായിടത്തും വരാന്തകളുള്ള വീടുകളാണ് നമുക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിരുന്നത്. തടി കൊണ്ടുള്ള മച്ചും ജനൽപ്പാളികളും, പഴയ വീടുകളിലൊക്കെയുള്ള മച്ച് വലിയ തലാനൊക്കെ ഇട്ടിട്ട്, ബീമുകളൊക്കെ വുഡിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ മേലെ പലക അടിച്ചിട്ടുള്ള മച്ചുണ്ടാക്കും. അതിൽ കയറി മേലെ പോകാനൊക്കെയുള്ള പതലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ജനൽപ്പാളികളും പലക കൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജനൽപ്പാളികളൊക്കെ ഗ്ലാസ് ആയിരിക്കും, മരത്തിൻ്റെ ഫ്രെയിമോ അല്ലെങ്കിൽ UPVC ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഗ്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ജനൽപ്പാളികൾ മരം കൊണ്ടുള്ളതാകുമ്പോൾ, പലകയാകുമ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ റൂമിൽ മുഴുവൻ ഇരുട്ടാവും. അതുപോലെ തന്നെ കാറ്റോ വെളിച്ചമോ ഒന്നും കയറുകയില്ല. അതുപോലെ ചില ആളുകൾക്ക് ഇടിമിന്നൽ വലിയ പേടിയുള്ളതായിരിക്കും. ആ ഇടിമിന്നലിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പലപ്പോഴും ഇടിയുടെ ഒച്ചയുടെ തീവ്രത വരെ ഉള്ളിൽ കിട്ടുന്നത് വളരെ കുറഞ്ഞിരിക്കും ഇതുപോലുള്ള ജനൽപ്പാളികളൊക്കെ മരത്തിൻ്റേത് ആയിക്കഴിഞ്ഞാൽ. നീറ്റക്കൊക്കെ അടിച്ച ഭിത്തികൾ, പഴയ വീടുകൾക്കൊക്കെ വൈറ്റ് വാഷ് ചെയ്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വൈറ്റ് വാഷ്. ഇത് ശരിക്കും ഒരു ആൻറ്റി ബാക്ടീരിയൽ പെയിൻ്റാണ്. അങ്ങനത്തെ വീടുകളാണ് ഈ പല്ലി, പാറ്റ മുതലായ ചെറു ജീവികളുണ്ടാകുന്നത്. അങ്ങനെയുള്ള ജീവികൾ വരുന്നത് ശുദ്ധവായു കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. റെഡ് ഓക്സൈഡോ കരിങ്കൽ പാകിയതോ ആയ ഫ്ലോറുകൾ പ്രകൃതിദത്തമായ തണുപ്പിനെ നിലനിർത്തുന്നതാണ്. പുറത്ത് ഭയങ്കര തണുപ്പാണെങ്കിൽ നമുക്കുള്ളിൽ വളരെ സുഖമായിരിക്കും. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും നമുക്കുള്ളിൽ വളരെ സുഖകരമായി നമുക്ക് ജീവിക്കാൻ പറ്റും. പഴയ വീടുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് 4 കെട്ടുകൾക്കൊക്കെ നമ്മൾ പോയാൽ കാണാൻ പറ്റും. ഇതെല്ലാം കരിങ്കൽ ഫ്ലോറുകളായിരിക്കും ഉണ്ടാകുക. നടുമുറ്റമുള്ള വീടുകൾ, 4 കെട്ട് 8 കെട്ട് മുതലായ വലിയ വീടുകൾക്കൊക്കെ നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ശുദ്ധവായു ധാരാളമായി വരും, വെളിച്ചം വരും. അതുപോലെ മഴ പെയ്യുമ്പോൾ ആ നടുമുറ്റത്ത് മഴവെള്ളം വീണിട്ട് അതിൻ്റെ തണുപ്പ് റൂമുകൾക്കുള്ളിലേക്ക് കയറും. സാധാരണ വലിയൊരു വീടാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ജനലുകൾ കൂടി മാത്രമുള്ള കാറ്റുകളാണ് ഉള്ളിലേക്ക് വരുള്ളൂ. ഒരു നടുമുറ്റമുള്ള ഒരു 4 കെട്ട് വീടാണെങ്കിൽ
അതിലേക്ക് ധാരാളമായിട്ട് കാറ്റും വെളിച്ചവും വരാനായിട്ട്, ശുദ്ധവായു വരാനായിട്ടും ഈ നടുമുറ്റം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉയർന്ന തറനിരപ്പിലുള്ള പരമ്പരാഗത വീടുകൾ. എത്ര ചെറിയ വീടാണെങ്കിലും പണ്ടത്തെ വീടുകളൊക്കെ നല്ല ഉയരത്തിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആളുകൾ ഈ പരമ്പരാഗത വീടുകളിൽ നിന്ന് ഇപ്പോൾ വിമുഖത കാണിക്കുന്നതല്ല, പുറംതിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം ഈ നിർമ്മിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്, സ്പെഷ്യലൈസ് ചെയ്ത ജോലിക്കാർ ആവശ്യമാണ്, പ്രാദേശികമായ മെറ്റീരിയൽസ് ലഭ്യതയുടെ കുറവുണ്ട്, അതുപോലെ ഭീമമായ തുകയും ഇതിന് ആവശ്യമായതുകൊണ്ട് ആളുകളിപ്പം അതിലേക്ക് അധികം ശ്രദ്ധിക്കുന്നില്ല. ആധുനിക ഭവനങ്ങൾ. കേരളത്തിലെ പരമ്പരാഗത ഭവനങ്ങളിൽ നിന്ന് ആധുനിക ഭവനങ്ങളിലേക്കുള്ള മാറ്റം കുറേ കാലമെടുത്താണ് വന്നത്. എങ്കിലും സമീപവർഷങ്ങളിൽ ഇതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ഈ മാറ്റം ആരംഭിച്ചിട്ട് കുറഞ്ഞത് 20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഈ മാറ്റത്തിന് കാരണമായ നിരവധി ഘടകങ്ങളുണ്ട്. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, ഭൂമിയുടെ വിലവർദ്ധനവ്, കൂട്ടുകുടുംബങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവ്, അണുകുടുംബങ്ങളുടെ എണ്ണത്തിൽ വന്ന വർധനവ്, വ്യക്തിഗത വരുമാന വർധനവ്, ലോകപരിചയവും ലോകയാത്രകളും അണുകുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ചെറുതും കൂടുതൽ ഒതുക്കമുള്ളതുമായ വീടുകളുടെ ആവശ്യത്തിലേക്ക് ആളുകളെ എത്തിച്ചു. ആധുനിക വീടുകൾക്ക് കുറഞ്ഞ സ്ഥലം മതി, ഗ്ലാസ്, സ്റ്റീല് മുതലായ ആധുനിക മെറ്റീരിയൽസ് കൊണ്ട് വീടുകൾ പണിയാം. ഫ്ലാറ്റ് റൂഫ് ആണ് ചെയ്യുന്നത്. ഊർജ്ജ കാര്യക്ഷമത ഉള്ള നിർമ്മാണ രീതിയാണ്. സ്മാർട്ട് ഹോം സംവിധാനങ്ങളുണ്ട്. കോമ്പാക്റ്റ് ഡിസൈനുകളാണ്. പരിപാലനക്കുറവാണ്. ഇതെല്ലാം ആധുനിക വീടുകൾക്ക് ആളുകളിൽ മുൻതൂക്കം നൽകി. കുറഞ്ഞ സ്ഥലത്ത്, അതായത് 2 സെൻറ്റിലോ 3 സെൻറ്റിലോ ഒക്കെ വളരെ സുന്ദരമായ നമുക്ക് ആവശ്യത്തിനുള്ള എത്ര ബെഡ്റൂമുകൾ വേണ്ട വീടുകൾ വരെ ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്ലാസും സ്റ്റീലും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് അവയ്ക്ക് സൈസ് കുറവായതുകൊണ്ട് നമ്മുടെ കാർപ്പറ്റ് ഏരിയ അല്ല റൂമുകളിലേക്ക് വലിപ്പം കൂടുതലായിട്ട് കിട്ടും. ഇവയ്ക്ക് ചൂട് പിടിക്കാനും കൂടുതൽ സമയം സംരക്ഷിച്ച് വെക്കാനും ഇതിന് കഴിയും. ഇത് എയർ കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കും. ഫ്ലാറ്റ് റൂഫ് വളരെ സ്റ്റൈലിഷ് ആണ്. ചെരിവുള്ള മേൽക്കൂരകളെ പോലെ വെള്ളം പെട്ടെന്ന് ഒഴുകി പോയാൽ അതവിടെ കെട്ടിക്കിടക്കും. ചോർച്ച വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഊർജ്ജ കാര്യക്ഷമത ആധുനിക വീടുകൾക്ക് കുറച്ചൊക്കെ ഉണ്ട്. കാരണം വലിയ ജനലുകളൊക്കെ വെക്കും, ഓപ്പൺ സ്പേസുകളൊക്കെ ഉണ്ടാവും, സോളാർ ലൈറ്റുകൾ വെക്കും. സ്മാർട്ട് സാങ്കേതിക വിദ്യകളൊക്കെ ആധുനിക വീടുകളിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും. സ്മാർട്ട് ഹോം ലോകത്ത് എവിടെ ഇരുന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർക്കുവാൻ സാധിക്കും. കോമ്പാക്റ്റ് ഡിസൈൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് നാഗരിക ജീവിത തിരക്കുകൾക്ക് യോജിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇതിന് നമുക്ക് സാധിക്കും. സ്വാഭാവിക വായു സഞ്ചാരത്തിൽ നമ്മൾ കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. കാരണം സ്ഥലക്കുറവും നമ്മുടെ ആവശ്യകതയൊക്കെ പ്രകൃതിദത്ത വെളിച്ചങ്ങളും കാറ്റും ഒക്കെ കയറി ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്വകാര്യതയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അടുത്തടുത്ത് വീടുകളൊക്കെ വരുന്നതുകൊണ്ട് ഓപ്പൺ സ്പേസുകൾ കുറവായിരിക്കും. അതുപോലെ ക്രോസ് വെന്റിലേഷനും ഒക്കെ കുറവായിരിക്കും. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വീട് ഏതാണ്? തുറന്ന മുറ്റങ്ങളും വിശാലമായ ജനാലകളുമുള്ള പരമ്പരാഗത വീടുകൾ മികച്ച പ്രകൃതിദത്ത വായുസഞ്ചാരം ഉറപ്പാക്കുന്നതാണ്. ആധുനിക വീടുകളിലെ ഗ്ലാസ്, കോൺക്രീറ്റ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തണുത്ത ഇന്റീരിയറുകൾ നിലനിർത്തുന്നതിൽ പരമ്പരാഗത വീടുകളിലെ പ്രകൃതിദത്ത വസ്തുക്കൾ വളരെ ഫലപ്രദമാണ്. ആധുനിക വീടുകൾ ഓപ്പൺ രീതിയും സാങ്കേതിക വിദ്യയും കൊണ്ടുവരുമ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗത നിർമ്മിതികൾ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുന്നതായി തോന്നുന്നുണ്ട്. എന്നിരുന്നാലും പഴമയിൽ നിന്നും പുതുമയിൽ നിന്നും മികച്ചത് എടുത്ത് പുതിയൊരു കോമ്പിനേഷൻ സൃഷ്ടിക്കുന്നത് ഭാവിയിലേക്കുള്ള മികച്ച പരിഹാരമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ആളുകൾ ടൂറുകളൊക്കെ പോകുമ്പം അത് ഇന്ത്യയിലും വിദേശത്തൊക്കെ ആണെങ്കിലും ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പരമ്പരാഗത വീടുകൾ, മഡ് ഹൗസുകൾ, പഴമയിലേക്കാണ് പോകുന്നത്. ചെറിയ ഹട്ടുകൾ, ചെറിയ കോട്ടേജുകൾ എല്ലാം, അതുപോലുള്ള ഏറുമാടങ്ങൾ, ട്രീ ഹൗസുകളിലൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത്. കാരണം അവിടെ താമസിക്കുമ്പോൾ ആ സുഖം ഒന്നും വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പഴമയും പുതുമയും കൂടി സംയോജിപ്പിച്ച ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇനിയുള്ള കാലം എപ്പോഴും നന്നായിരിക്കുക. ആഗോളതാപനത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവിക്കാൻ കഴിയുന്ന വീടുകൾ നിർമ്മിക്കുന്നത് വെറും ഒരു പ്രവണത മാത്രമല്ല, അത് എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. പ്രാദേശിക കാലാവസ്ഥയ്ക്ക് യോജിക്കുന്ന സുസ്ഥിര വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതിലൂടെയും നമുക്ക് നമ്മുടെ പരിസ്ഥിതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ സഹായകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരാം.